നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപം പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. നിറത്തിന്റെ പേരിൽ ഭർത്താവിന്റെ അധിക്ഷേപത്തെ തുടർന്ന് കൊണ്ടോട്ടി സ്വദേശിയായ 19-കാരി ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. മലപ്പുറം ജില്ലയിൽ നടന്ന യുവജന കമ്മീഷൻ അദാലത്തിലാണ് ചെയർമാൻ എം ഷാജർ ഇക്കാര്യം അറിയിച്ചത്. സ്ത്രീത്വത്തിനെതിരെയായ എല്ലാ അതിക്രമങ്ങളും കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കുമെന്നും ഈ വിഷയത്തിൽ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീത്വത്തെ നിരന്തരമായി വാർത്താ ചാനലുകളിലൂടെ അപമാനിക്കുകയും സ്ത്രീവിരുദ്ധ പൊതുബോധ നിർമ്മാതയിൽ പങ്കുവെക്കുകയും ചെയ്യുന്നതിനായി ചൂണ്ടിക്കാട്ടി രാഹുൽ ഈശ്വറിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ കമ്മീഷൻ നൽകിയ പരാതിയിലും യുവജന കമ്മീഷൻ കേസെടുത്തു. അതിജീവികളെ ചാനൽ ചർച്ചയിൽ അപമാനിക്കുന്ന പാനലിസ്റ്റുകളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കരുതെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. ലൈംഗികാതിക്രമം നേരിടുന്നവരെക്കുറിച്ചുള്ള ചർച്ചകളിൽ വ്യക്തമായ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നും സൈബർ ഇടങ്ങളിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കോട്ടക്കലിലെ ബഡ്സ് സ്കൂളിൽ നിന്നും ഭിന്നശേഷിക്കാരായ പെൺകുട്ടിയെ പുറത്താക്കിയ വിഷയത്തിൽ യുവജന കമ്മീഷൻ ഗൗരവമായി ഇടപെടും. മഞ്ചേരി NSS കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ പേരിൽ NCC കോർഡിനേറ്ററിനെ പുറത്താക്കിയ സംഭവത്തിലും കമ്മീഷൻ വിശദീകരണം തേടി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിൽ 33 പരാതികളാണ് ലഭിച്ചത്. 16 പരാതികൾ തീർപ്പാക്കി. വിവാഹശേഷം ഭർത്താവ് നിരന്തരമായി അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി നവവധു ആത്മഹത്യ ചെയ്ത സംഭവവും ഇവിടെ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ വിഷയത്തിൽ യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കൽ പോലും സംഭവിച്ചുകൂടാത്ത ഒന്നാണ്. താരതമ്യേന ഇത്തരം സംഭവങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ പൊതുവിൽ ഒരു പുരോഗമനപരമായ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന്റെയും സാമൂഹ്യപരമായ മുന്നേറ്റത്തിന്റെയും എല്ലാം ഭാഗമായി പഴയ കാലത്തൊക്കെ നമുക്കിടയിലുണ്ടായിരുന്ന ഇത്തരം ചില അപഹാസ്യകരമായ പെരുമാറ്റങ്ങൾ പൊതുവിൽ കുറഞ്ഞു വന്നൊരു സാഹചര്യമാണ്. 17 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ, കമ്മീഷൻ അംഗങ്ങളായ P ഷബീർ, PP രൺദീപ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോസഫ് സക്കറിയ, അസിസ്റ്റന്റ് P അഭിഷേക് എന്നിവർ പങ്കെടുത്തു. മലബാർ ടൈംസ്, മലപ്പുറം.